ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2155. ഇന്ന് നവംബർ മാസം 24-ാം തീയതി. ഈ ആണ്ടിലെ 328-ാമത്തെ ദിവസത്തിലെത്തി. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിനക്ക് സമാധാനം. അങ്ങനെയൊരു അഭിസംബോധനയോടുകൂടിയാണ് ദൈവം അയച്ച ദൂതനായ ഗബ്രിയേൽ കന്യാമറിയാമിനെ അഭിമുഖീകരിക്കുന്നത്. അവിവാഹിതയും യൗസേപ്പുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവളുമായ കന്യകമറിയാമിന് ലഭിച്ച ഈ ദൂത് സത്യത്തിൽ എന്താണ്? താൻ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. എന്തുമാത്രം വലിയ ഭവിഷ്യത്തുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുമെന്നും അത്യുന്നതന്റെ ശക്തി തന്റെ മേൽ നിഴലിടും എന്നുള്ള വാഗ്ദത്തവും ഉറപ്പുമാണ് ഒരുപക്ഷെ മറിയം പതിയെ തിരിച്ചറിഞ്ഞത്. സമയമെടുത്തിട്ടുണ്ടാവും. എന്നാലും തുടക്കത്തിലെ എല്ലാം ഉൾക്കൊള്ളാനായിട്ട് ദൈവമെന്ന ഒറ്റ വാക്കുമതിയായിരുന്നു. ദൈവമയച്ച ദൂതനെ മാത്രം കണ്ടാൽ മതിയായിരുന്നു. മാനുഷികമായി അസാധ്യമായ കാര്യമാണ് തന്നിലൂടെ ദൈവം നിറവേറ്റാൻ പോകുന്നത്. അതും മറിയം തിരിച്ചറിയുന്നുണ്ട്. പലതിനെയും നമ്മളും വിലയിരുത്തുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ്, അസാധ്യമായ കാര്യമാണെന്നാണ്. ശരിയാണ്, മാനുഷികമായി അസാധ്യമായ പലതും ദൈവത്തിന് സാധ്യമാണെന്ന് നമുക്ക് ഈ പുലരി മുതൽ മറിയ എന്ന അമ്മയോടൊത്ത് നമുക്ക് വിശ്വസിച്ചു തുടങ്ങാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് മറിയം എന്ന അമ്മയെ പതിയെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെങ്കിലും ഗബ്രിയേൽ ദൂതൻ അതിന് ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. അത് മറിയ എന്ന അമ്മയിലെത്തുന്ന നമ്മൾ ഓരോരുത്തരെയുമാണ് ദൂതൻ പഠിപ്പിക്കുന്നത്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. തന്നെ വിളിച്ചു, അത് ദൈവമാണ്. ആ ദൈവം ഏറെ വിശ്വസ്തനാണ്. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ലായിരുന്നു. അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്ന് മറിയം വിശ്വസിച്ചു. ഇതുപോലുള്ള വിശ്വാസമാണ് നമ്മളിലും വേണ്ടത്. ആ വിശ്വാസമുള്ളവരിലൂടെയാണ് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നത്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബ പറയുന്നുണ്ട്. മറിയം എങ്ങനെയാണ് ഭാഗ്യവതിയായത്? ദൈവം തന്നോട് അരുളി ചെയ്ത അസാധ്യ കാര്യങ്ങളൊക്കെ സാധ്യമാകുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് മറിയം ഇന്നും നമുക്കിടയിൽ ഭാഗ്യവതിയാണ്. പരിശുദ്ധ അമ്മ മറിയത്തെ പോലെ ആഴമായ വിശ്വാസം നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ തന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമായി എടുത്ത് ഉപയോഗിക്കുകയാണ് എന്നുകൂടി നമുക്ക് വിശ്വസിക്കാനായിരുന്നെങ്കിൽ ആ അമ്മ വഴികൾ അതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കട്ടെ. ആമേൻ.